ഈ വർഷം സെപ്റ്റംബർ 17-18 തീയതികളിൽ ലെബനനിലും അതുപോലെ സിറിയയിലും വലിയ തോതിലുള്ള ഒരു സ്ഫോടന പരമ്പരയുണ്ടായി. 17-ാം തീയതി ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം അവിടെ പൊട്ടിത്തെറിച്ചു. അതുപോലെ 18-ാം തീയതി നൂറുകണക്കിന് വാക്കി ടോക്കികൾ ആണ് പൊട്ടിത്തെറിച്ചത്. ഇതിന്റെ ഫലമായി 42 പേർ കൊല്ലപ്പെട്ടു, 4000-ലധികം പേർക്ക് പരിക്കേറ്റു. പലരുടെ 2 കണ്ണും പോയി, പലരുടെ 1 കണ്ണ് പോയി, ചിലരുടെ കൈ പോയി, കാല് പോയി, വിരല് പോയി. അങ്ങനെ ദുരന്തമായി അവിടെ ഉണ്ടായി. ഇതെങ്ങനെ ഉണ്ടായി എന്ന് അവർ ഇതുവരെ ആരോടും പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് വർഷങ്ങളായി പ്ലാൻ ചെയ്തൊരു കാര്യമാണ് എന്നാണ് CBS ന്യൂസ് പുറത്തുവിട്ടുള്ളത്. CBSൽ വന്ന 2 പഴയ ചാരന്മാർ, റിട്ടയേർഡ് ചാരന്മാർ, ഇസ്രയേലി ചാരന്മാർ ഒരു മുഖംമൂടിയൊക്കെ വെച്ച് ശബ്ദമൊക്കെ മാറ്റി കള്ളപ്പേരൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഒരാളുടെ പേരിൽ ഗബ്രിയൽ എന്നാണ് പേര് പറഞ്ഞത്, അത് ശരിയായ പേരായിരിക്കില്ല. അവർ വന്ന് വെളിപ്പെടുത്തിയ കാര്യം നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഇസ്രായേൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു അരുംകൊലയായിരുന്നു അത്, കൂട്ടാക്രമണമായിരുന്നു അത്. എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിനാവശ്യമായ പേജറുകൾ ഇവർ വാങ്ങിയത് യഥാർത്ഥത്തിൽ നേരിട്ട് ഇസ്രായേൽ ഉണ്ടാക്കിയ പേജറല്ല, ഇസ്രായേൽ ഉണ്ടാക്കിയ പേജറാണെന്ന് ഇവർ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേൽ പേജറുകൾ ഉണ്ടാക്കി അത് ഷെൽ കമ്പനികൾ വഴി, ഹംഗറിയിലൊക്കെ ഷെൽ കമ്പനി ഉണ്ടെന്ന് പറയുന്നു, ഷെൽ കമ്പനികൾ വഴി ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു തായ്വാനീസ് കമ്പനിക്ക് അവർ വിൽക്കുകയാണ്. പക്ഷെ ഇത് തായ്വാനീസ് കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോഴോ എപ്പോഴും ഒരിക്കലും ഇതിലേതെങ്കിലും തരത്തിലുള്ള ഇസ്രായേൽ ബന്ധമുണ്ടെന്ന് പറയില്ല. ഇസ്രായേൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഹിസബുള്ളക്കാരത് വാങ്ങില്ല, നമുക്കറിയാലോ. അതിലെന്തെങ്കിലും ചതി ഉണ്ടാവും. അതറിയാതെ മറ്റ് പേജറുകളുടെ കൂടെ ഈ പേജറുകൾ തായ് കമ്പനി വിറ്റിരുന്നു. തായ്ലൻഡിന് ഇത് അറിയാമോ നമുക്കറിയില്ല. കാരണം തായ്ലൻഡിൽ നിന്ന് വിൽക്കുന്നത് ഷെൽ കമ്പനികളാണ്. ഇസ്രായേൽ ഉണ്ടാക്കുന്ന സാധനം ഷെൽ കമ്പനികൾ വഴി തായ് കമ്പനിക്ക് കൊടുത്ത് തായ്ലൻഡ് കമ്പനി അത് ഹിസബുള്ളയ്ക്ക് വിൽക്കും. അങ്ങനെ ആയിരക്കണക്കിന് പേജറുകളും നൂറുകണക്കിന് വാക്കി ടോക്കികളും വിറ്റു. ഈ പേജറുകളുടെ പ്രത്യേകത സാധാരണ പേജറുകളെക്കാൾ കുറച്ചുകൂടി കട്ടി കൂടിയതാണ്. ഈ കട്ടി കൂടിയ പേജറുകൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ തായ് കമ്പനി അതിന് വിശദീകരണം നൽകിയത് ഇത് ഡസ്റ്റ് പ്രൂഫാണ്, അതിനകത്ത് പൊടി കിടക്കില്ല, പൊടി കിടക്കാത്തതാണ്, കുറെ കൂടി സംരക്ഷിതമാണ്. കാരണം നമുക്കറിയാലോ ഹിസബുള്ളയുടെയും ഒക്കെ ആളുകൾ പൊടിയിലൊക്കെ കടന്നിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് എക്സ്പ്ലോസീവ് വെച്ചിരുന്നു. ഒരു പ്രത്യേക സന്ദേശം അതിലേക്ക് എത്തുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്താൽ എക്സ്പ്ലോസീവ് പൊട്ടും, ഈ സ്ഫോടക വസ്തു പൊട്ടും. അത് പൊട്ടുന്നതിന് അത് ഡിറ്റനേറ്റ് ചെയ്യും. അങ്ങനെ പൊട്ടുന്ന എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്തിന് അവർ കണക്കാക്കി വെച്ചിരുന്നു 10 കൊല്ലത്തിലേറെയായി ഈ പ്ലാനിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആയിരക്കണക്കിന് പേജറുകൾ, ഇസ്രായേൽ നിർമ്മിത പേജറുകൾ ഹിസബുള്ളക്കാരുടെ കയ്യിലെത്തുകയും, ഹിസബുള്ളക്കാരുടെ സാധാരണ മനുഷ്യർ വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ തായ്വാൻ പേജറാണ്, സാധാരണ മനുഷ്യരുടെ കയ്യിലെത്തുകയും ലെബനനിൽ സിറിയയിൽ ഇത് വ്യാപകമായി കിട്ടുകയും ഇത് ബാക്കി ടോക്കികൾ കിട്ടുകയും ഒരു പ്രത്യേക ദിവസം 17-ാം തീയതി ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക മെസ്സേജ് എല്ലാ പേജറുകളിലേക്കും പോകുന്നു. അതിന്റെ മാത്രമല്ല, ഇതിന് ചില പ്രത്യേക സൗണ്ടുകൾ ഈ പേജറിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് വരുമ്പോൾ മാത്രമേ ഈ ശബ്ദം വരുള്ളൂ. ഈ ശബ്ദം തീർത്തും അപ്രതീക്ഷിതമായ ഒരു ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എടുക്കാൻ തോന്നും. അങ്ങനെ എല്ലാവരും ഈ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ഈ പേജറിലേക്ക് മെസ്സേജ് വരികയും ഈ മെസ്സേജ് എടുക്കുകയും ഈ മെസ്സേജ് പ്രസ് ചെയ്യുന്നതോടുകൂടി പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് അതിന്റെ ടെക്നോളജി. ഈ ടെക്നോളജി വാക്കി ടോക്കിയിൽ ഉപയോഗിച്ചു, വളരെ സമർത്ഥമായി ഇത് ചെയ്തു. എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞു എന്താ വെച്ചാൽ, ഞങ്ങളോട് കളിക്കുന്ന ആളുകൾക്കൊക്കെ ഫലം ഇതായിരിക്കും, ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് ഞങ്ങളോട് കളി വേണ്ട എന്നാണ് അവർ ആ മെസ്സേജിൽ വഴി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായും ആയിരക്കണക്കിന് മനുഷ്യരെ, അത് ഹിസബുള്ളക്കാരായിക്കൊള്ളുന്നില്ല, തായ്ലൻഡിൽ നിന്ന് ഈ പേജർ വാങ്ങുന്ന ആളുകൾ, പേജർ പലരും വാങ്ങിയിട്ടുണ്ടാവും, ഒരുപക്ഷെ ലോകത്തിന്റെ മറ്റു ഭാഗത്ത് ആരെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല. ഈ പേജറുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവർക്ക് എത്തിച്ചു. അപ്പൊ സൂക്ഷ്മമായ ആസൂത്രണത്തോടുകൂടി കൂട്ടക്കൊല നടത്താനുള്ള, കൂട്ടാക്രമണം നടത്താനുള്ള ഈജിപ്തിന്റെ പരിപാടിയാണ്, ഇസ്രായേലിന്റെ പരിപാടിയാണ്. ഇസ്രായേലിന്റെ പക്ഷക്കാർക്ക് വേണമെങ്കിൽ പറയാം, ഇത് ഞങ്ങളുടെ സൂത്രമാണ്, ഞങ്ങൾ എല്ലാവരെയും കൊല്ലും, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മുഴുവൻ ആളുകളെയും കൊല്ലും. സാധാരണ മനുഷ്യരാണ് ഇതിൽ 4000-3000-ലധികം പേർ. സാധാരണ മനുഷ്യർക്കാണ് വാക്കി ടോക്കിയിലും പേജറിലും അപകടം പറ്റിയിട്ടുള്ളത്. അതിനെന്ത് ഉത്തരവാദിത്തം പറയും? ഹിസബുള്ളക്കാർ മാത്രമേ പേജർ ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ദുരന്തമാണ്. അതുപോലെ തന്നെയാണ്
ഇസ്രായേൽ ഇപ്പൊ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അവരുടെ ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു സൈനിക ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് കൊന്നത് ജൂലൈ 24. ഇത് ഇതുവരെ ആരും അത് ഏറ്റെടുത്തിട്ടില്ല, ഇസ്രായേൽ പറഞ്ഞിരുന്നില്ല. ഇന്നലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഖാട്സ് എന്ന് പറയുന്ന ആൾ, ഇസ്രായേൽ ഖാട്സ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ തന്നെയാണ് തട്ടിയത്, ഞങ്ങൾ ഇനിയും തട്ടും. അത് ഇറാനിനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇറാന്റെ തലസ്ഥാനത്ത് ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള സ്ഥലത്ത് ഇറാനിലെ രഹസ്യാന്വേഷണ ഏജൻസി, പോലീസും ഒക്കെ, പട്ടാള ഏജൻസിയും ഒക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്, മിലിറ്ററി ഏജൻസിയും ഒക്കെ. പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങളുടെക്കെതിരെ ഉയരുന്ന ഒരു കൈയും ഞങ്ങൾ ബാക്കി വെക്കില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഹമാസിന്റെ ഹയനി. കാരണം അദ്ദേഹം 87 മുതൽ ഈ ഹമാസിലുണ്ട്. പിന്നെ ഫലസ്തീനിലെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഫലസ്തീന്റെ പ്രൈം മിനിസ്റ്ററായി, ഗാസയിലെ ഹമാസിന്റെ അംബാസിഡർ എന്ന രൂപത്തിൽ, ഏറ്റവും പ്രതിനിധി എന്ന രൂപത്തിലായി വളരെ നിർണായകമായ പങ്ക് വഹിച്ചിരുന്ന ആളാണ് ഹയനി. അയാളെയാണ് ഇവർ കൊന്നത്, അതും ഇറാന്റെ തലസ്ഥാനത്തിൽ വെച്ച്. അപ്പോൾ അത് വളരെ ആസൂത്രിതമായി ഞങ്ങൾ ചെയ്തതാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടാലും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്ന് ഇതിൽ നിന്നും ബോധ്യമാവുന്നുണ്ട്. പേജർ ആക്രമണമായാലും വാക്കി ടോക്കി ആയാലും അടക്കം.